പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ പ്രിയ സഹോദരരെ, സഭ എന്നാൽ പലരും ധരിച്ചു വച്ചിരിക്കുന്ന ഒരു ധാരണ മാർപ്പാപ്പ, മെത്രാന്മാര്, വൈദികര്, സന്യസ്തര് ഇങ്ങനെ വരുന്ന ഒരു അധികാരികളുടെ കൂട്ടായ്മയാണ് സഭ. അല്ലെങ്കിൽ കുറച്ച് വിശ്വാസികളുടെ സഭ അധികാരികളോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് വിശ്വാസികളുടെ കൂട്ടായ്മയാണ് സഭ എന്നാണ് പലരുടെയും തെറ്റിദ്ധാരണ. യഥാർത്ഥത്തിൽ സഭ എന്താണെന്ന് CCC കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പേജ് നമ്പർ 197 മുതൽ വായിക്കുമ്പോൾ സഭയെക്കുറിച്ചുള്ള വിശദീകരണം അവിടെ കൊടുക്കുന്നുണ്ട്. അത് ചുരുക്കത്തിൽ പറഞ്ഞാലും ബൈബിളിന്റെ അടിസ്ഥാനത്തിലും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലും പറഞ്ഞാൽ സഭ എന്നാൽ ക്രിസ്തുവിന്റെ ശരീരമാണ്, വിശ്വാസികളുടെ കൂട്ടായ്മയാണ്. അതായത് സഭയുടെ ശിരസ് ക്രിസ്തുവും ആ ശരീരം സഭയിലെ ഓരോ വ്യക്തികളുമാണ്. അത് വിശ്വാസികളുടെ കൂട്ടായ്മയാണ്. വിശ്വാസത്തിനുകൂടി ദൈവകൽപ്പനകൾ അനുസരിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, ദൈവിക സ്നേഹത്തിൽ നിലനിൽക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടായ്മയാണ്. അല്ലാതെ സഭയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് കപടമായിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന കുറച്ച് അധികാരികളുടെയോ കുറച്ച് കള്ള വിശ്വാസികളുടെയോ കൂട്ടായ്മയല്ല കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാല്. സഭ എന്ന് പറഞ്ഞാല് ബൈബിളിൽ അതിന് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിന്ന് ധ്യാനിക്കുന്ന ഒരു വിഷയം സഭ എന്താണ്, അല്ലെങ്കിൽ സഭയുടെ അർത്ഥം എന്താണ്. പലരും ഇന്നത്തെ കാലഘട്ടത്തിൽ സഭയെ കുറ്റം പറയുമ്പോൾ, സഭാ അധികാരികളെ കുറ്റം പറയുമ്പോൾ, സഭയിലെ വിശ്വാസികളെ കുറ്റം പറയുമ്പോൾ, സഭയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ, പല സമൂഹങ്ങളായി വേർതിരിഞ്ഞു പോകുമ്പോൾ യഥാർത്ഥത്തിൽ അവർ സഭ എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഈ സഭാ അധികാരികളെയും അതുപോലെ സഭയിൽ നിന്ന് വിട്ടുപോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ എന്താണ് സഭയെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ ഇപ്പൊ നിങ്ങളോടൊന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിന്ന് ധ്യാനിക്കുന്ന ദൈവവചന ഭാഗം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം 15:1 മുതൽ 6 വരെ. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എന്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എന്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഈശോ നമുക്ക് അവതരിപ്പിക്കുന്ന ഒരു ഉപമയുണ്ട്. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എന്റെ പിതാവ് കൃഷിക്കാരനുമാണ്. ഈശോ മുന്തിരിച്ചെടിയും പിതാവായ ദൈവം കൃഷിക്കാരനുമാണ്. അതായത് ഈ മുന്തിരിച്ചെടിയെ വളർത്തുന്നത് പിതാവായ ദൈവമാണ്. മുന്തിരിച്ചെടിയുടെ തായ്തണ്ട് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ആ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശിഖരങ്ങൾ നമുക്കറിയാം. മുന്തിരിച്ചെടിയുടെ തന്നെയല്ല, ഏത് വൃക്ഷത്തിന്റെയും തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശിഖരങ്ങൾ കേടുള്ളതാണെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ വെട്ടിക്കളയും. ഫലം കായ്ക്കാത്തതാണെങ്കിൽ അത് വെട്ടി ഒരുക്കി നിർത്തും. ഇതുപോലെ തന്നെ ഈശോ പറയുകയാണ്, എന്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. അപ്പൊ ശാഖകളെയാണ് താഴെത്തണ്ടിൽ നിന്ന് നീക്കിക്കളയുക. ഈ ശാഖകളല്ല യഥാർത്ഥത്തിൽ ഈശോ ഉദ്ദേശിച്ച സഭ എന്ന് പറയുന്നത്. സഭ എന്ന് പറയുന്നത് തായ്തണ്ടാണ്. ക്രിസ്തുവാണ് സഭ. ജീവനുള്ള ക്രിസ്തുവാണ് സഭ എന്ന് പറയുന്നത്. ഈ സഭയോട് ചേർന്ന് നിൽക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. സഭാധികാരികളും സഭയിലെ വിശ്വാസികളും എല്ലാം ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവരാണ്. ഈ ചേർന്ന് നിൽക്കുന്നവർക്ക് സഭയാകുന്ന തായ്തണ്ടിൽ നിന്ന് വരുന്ന ശിഖരത്തിനും കേട് സംഭവിക്കാം. ആ ശിഖരത്തിൽ നിന്ന് വരുന്ന ഇലയ്ക്ക് കേട് സംഭവിക്കാം.
ആ ശിഖരത്തിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങൾക്ക് കേട് സംഭവിക്കാം. എന്തൊക്കെയായാലും ആ തായ്തണ്ട് എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കും. നമ്മൾ ഇന്നത്തെ കാലത്ത് എന്ത് കാര്യം ഒരാളോട് ധ്യാനത്തിന്റെ കാര്യമോ ദൈവവചനത്തിന്റെ കാര്യമോ പറയുമ്പോൾ അവർ ആദ്യം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അച്ഛന്മാരെല്ലാം അങ്ങനെയാണ്, സഭാധികാരികളെല്ലാം അങ്ങനെയാണ്, പിന്നെ ഞങ്ങൾ എന്തിനാ ദൈവത്തിൽ വിശ്വസിക്കുന്നത്, അവരങ്ങനെ കാണിക്കുന്നെങ്കിൽ പിന്നെ നമ്മളൊക്കെ എങ്ങനെ ജീവിക്കേണ്ടവരാ? അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അവരല്ല സഭ. സഭ അധികാരികൾ എന്ന് പറയുന്ന അവരല്ല സഭ. സഭ എന്ന് പറയുന്നത് വിശ്വാസത്തോടു കൂടി കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, ഇല്ല ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ ആ കൂട്ടായ്മയുടെ ശിരസാണ് ക്രിസ്തു. ആ ശിരസും ഉടലും, അതായത് നമ്മുടെ വിശ്വാസികൾ കൂട്ടായ്മയും കൂടി ചേരുന്നതാണ് സഭ എന്ന് പറയുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. എന്റെ പള്ളിയില് ഞാൻ കുറച്ചുനാൾ മുമ്പ് ഒരു വൈദികനുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. എനിക്ക് അവിടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ പോലും, ഈശോയുടെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുമ്പോൾ പോലും, ആ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കാൻ പോലും മടി കാണിച്ച ഒരു വൈദികന്, അല്ലെങ്കിൽ സഭയുടെ നിയമം അനുസരിച്ച് എനിക്ക് തുറന്ന് സംസാരിക്കുവാനോ, ആ വൈദികന്റെ അടുത്തേക്ക് ഞാൻ ചെന്നപ്പോൾ എന്നെ അവിടുന്ന് ആട്ടി ഇറക്കി എന്ന് പറഞ്ഞാൽ കഥ കടച്ച് ഇറക്കി വിട്ട ഒരു സംഭവം എന്റെ മനസ്സിൽ ഓർമ്മ വരിക. എന്നാൽ ആ സംഭവത്തോടു കൂടി എനിക്ക് വേണമെങ്കിൽ എല്ലാ വൈദികരെയും കുറ്റം പറഞ്ഞുകൊണ്ട്, ഇല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ പള്ളിയിലോട്ട് കയറുന്നില്ല, ഇവരൊക്കെ ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് വേണമെങ്കിൽ അവരിൽ നിന്ന് അകന്ന്, കർത്താവിൽ നിന്ന് അകന്ന്, ദൈവകൽപ്പന പാലിക്കാതെ പരിശുദ്ധ കുർബാനയിൽ നിന്ന് അകന്ന്, കൂദാശകളിൽ നിന്ന് അകന്ന് എന്റെ ഇഷ്ടം പോലെ എനിക്ക് ജീവിക്കാൻ എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കുന്നവരാണ് ഇന്ന് പലരും. പല വൈദികരിൽ നിന്ന് മുറിവുണ്ടായത്, അല്ലെങ്കിൽ പല സഭ അധികാരികളിൽ നിന്ന്. എന്നിട്ട് ഞാൻ ഈ സംഭവം രൂപതയിൽ അറിയിച്ചു. പക്ഷെ അതിനൊന്നും യാതൊരു തീരുമാനവും അവിടുന്ന് ഉണ്ടായില്ല. ഞാൻ പറയുന്നത് അതൊന്നും കുറ്റപ്പെടുത്തുവാൻ വേണ്ടിയല്ല, മറിച്ച് അവിടുന്ന് ഒന്നും തീരുമാനം ഉണ്ടായില്ലെങ്കിലും എന്റെ വിശ്വാസത്തെ കളയുന്നതല്ല, അല്ലെങ്കിൽ എന്റെ ബോധ്യങ്ങളെ കളയുന്നതല്ല ഒരു വൈദികന്റെയോ ഒരു സിസ്റ്ററിന്റെയോ ഒരു സഭാധികാരികളുടെയോ ഒരു വിശ്വാസിയുടെയോ ഒരു വചന പ്രഘോഷകന്റെയോ ഒന്നും ജീവിതം എന്റെ വിശ്വാസത്തെ തകർക്കുന്നതായിരിക്കരുത്, സഭയിൽ നിന്ന് എന്നെ അകറ്റുന്നതായിരിക്കരുത്. കാരണം ഞാൻ ആദ്യം ചിന്തിക്കേണ്ടത് സഭ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക. തായ്തണ്ടിനോട് ചേർന്ന് നിന്നാൽ ഞാനും സഭയോട് ചേർന്ന് നിൽക്കും. ഏതെങ്കിലും വ്യക്തികൾ, ഏതെങ്കിലും വൈദികർ എന്തെങ്കിലും ചെയ്തു, നമുക്ക് കാണുന്നുണ്ട് എറണാകുളം രൂപതയിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ. അതായത് ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കേണ്ടവർ, ക്രിസ്തുവിന്റെ സ്നേഹം പകർന്നു കൊടുക്കേണ്ടവര്. അതുകൊണ്ട് ആ തിരുവചന നമ്മള് പെസഹ വ്യാഴാഴ്ച കാലുകഴുകൽ ശുശ്രൂഷ നമ്മൾ നടത്താറുണ്ട്. അന്ന് പുരോഹിതൻ ഇറങ്ങി വന്ന് ജനങ്ങളുടെ 12 പേരുടെ കാല് കഴുകുന്നുണ്ട്. അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? ഈശോ അന്ത്യത്താഴ വേളയില് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ട് ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതാ ഞാൻ നിങ്ങളുടെ ഗുരുവും രക്ഷകനുമാണ്, നിങ്ങളുടെ നാഥനും ഗുരുവുമാണ് ഞാൻ, നിങ്ങൾ എന്നെ കർത്താവേ എന്ന് വിളിക്കുന്നു, ഞാൻ നിങ്ങളുടെ ഗുരു തന്നെ, കർത്താവ് തന്നെ. എന്നാൽ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്യണം. അതായത് ഈശോ ദൈവമായിരിക്കെ, ക്രിസ്തുവായിരിക്കെ, അവിടുന്ന് തെരഞ്ഞെടുത്ത ശിഷ്യന്മാരുടെ, അപ്പസ്തോലന്മാരുടെ കാലുകൾ കഴുകി. ഈ അപ്പസ്തോലന്മാർ എവിടെ നിൽക്കുന്നു? ക്രിസ്തു എവിടെ നിൽക്കുന്നു? ക്രിസ്തു ഉന്നതങ്ങളിൽ നിൽക്കുന്നു, അപ്പസ്തോലന്മാര് ഭൂമിയിൽ നിൽക്കുന്നു. അപ്പോൾ ഭൂമിയിലുള്ള മനുഷ്യരുടെ കാൽ കഴുകിക്കൊണ്ട് മുത്തുന്ന, അല്ലെങ്കിൽ ആ കാല് കഴുകി എളിമപ്പെടുന്ന ഈശോയുടെ ആ ചിത്രം കാണിച്ചുകൊണ്ട് അപ്പസ്തോലന്മാരോട് പറയണം, നിങ്ങൾ ഇതുപോലെ ചെയ്യണം. ഞാൻ വന്നതുപോലെ, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ഈ സമൂഹത്തെയും പഠിപ്പിക്കണം. അതുകൊണ്ട് ക്രിസ്തുവാണ് യഥാർത്ഥത്തില് ദൈവമെങ്കിൽ ആ ദൈവം ഇറങ്ങി വന്ന് മനുഷ്യന്റെ കാലുകൾ കഴുകിയാല് ആ ക്രിസ്തുവിനെ പ്രതിനിധീകരിച്ച് ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുവാൻ വേണ്ടി ആ ഇടയൻ കുഞ്ഞാടുകളെ പഠിപ്പിക്കുവാൻ വേണ്ടി നിയോഗിച്ച കാര്യങ്ങൾ നമ്മളോട് സഭാ അധികാരികൾ പറയുമ്പോൾ നമ്മളത് സ്വീകരിക്കുകയും അവര് നമ്മളോടുള്ള മനോഭാവത്തിൽ വ്യത്യാസം വരുത്തിയാൽ നമുക്ക് അതിനെ എതിർക്കേണ്ട കാര്യമില്ല. കാരണം സഭയുടെ ശിരസ് ക്രിസ്തുവാണ്. മറ്റൊരു സുവിശേഷ ഭാഗം കൂടെ നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം തന്നെ 21-ാമത്തെ അധ്യായത്തില് 15 മുതലുള്ള തിരുവചനം നമുക്ക് ധ്യാനിക്കാം. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമിയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമിയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എന്റെ ആടുകളെ മേയ്ക്കുക. നോക്കുക,
ശിമയോൻ പത്രോസിനോട് ചോദിക്കുകയാണ്, നീ എന്നെ അധികമായി സ്നേഹിക്കുന്നു, എല്ലാവരേക്കാൾ അധികമായി, നിന്റെ കുടുംബത്തെക്കാളും നിന്റെ സഹോദരങ്ങളെക്കാളും നിന്റെ ജീവിത സാഹചര്യങ്ങളെക്കാളും ഇല്ലെങ്കിൽ നിന്നെ സ്നേഹിക്കുന്നവരെക്കാളും നിന്നെ നിന്റെ നന്മകൾ ഉദ്ഘോഷിക്കുന്നവരെക്കാളും ഈ ഭൂമിയിലുള്ള എന്തിനേക്കാൾ കൂടുതലായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു, ഇവരെക്കാൾ എല്ലാം അധികമായിട്ട്. അതുകൊണ്ടാണ് മറ്റൊരിടത്ത് തിരുവചനം പറയുന്നുണ്ട്, എന്നേക്കാൾ അധികമായിട്ട് മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ മക്കളെയോ ജീവിത പങ്കാളിയോ അല്ലെങ്കിൽ സ്വത്തിനെയോ സ്വന്തം ജീവനെ തന്നെ സ്നേഹിക്കുന്നവന് എനിക്ക് യോഗ്യനല്ല എന്ന് ദൈവവചനം പറയുന്നുണ്ട്. അപ്പൊ പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, നീ ഇവരെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ. രണ്ടാം പ്രാവശ്യം അവൻ ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അവൻ വീണ്ടും പറഞ്ഞു, നീ എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. മൂന്നാം പ്രാവശ്യം ഈശോ ഈ ചോദ്യം തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. അപ്പത്തേനും പത്രോസിന് ഭയങ്കര വിഷമം. കാരണം പത്രോസ് ആത്മാർത്ഥമായിട്ട് ഈശോയെ സ്നേഹിക്കുമ്പോൾ ഈശോയ്ക്കുള്ള സംശയം കൊണ്ടാണോ എന്നുള്ള ഒരു ചിന്ത പോലും പത്രോസിൽ വന്നതുകൊണ്ട് പത്രോസ് വേദനയോടുകൂടി പറയാണ്, എന്തുകൊണ്ടാണ് ദൈവം നിന്നെ സംശയിക്കുന്നത്? പത്രോസ് ദുഃഖിതനായി അവൻ പറഞ്ഞു, കർത്താവ്, നീ എല്ലാം അറിയുന്നുണ്ടല്ലോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നു. യേശു പറഞ്ഞു, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. നോക്കിയേ, എന്നിട്ട് പറയുന്നു, പത്രോസിനോട് പറയും, സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തു. പത്രോസിനോട് പറയുകയാണ്, ഈ ആടുകളെ മേയ്ക്കുവാൻ വേണ്ടി, കുഞ്ഞാടുകളെ മേയ്ക്കുവാൻ ദൗത്യം കൊടുത്തതിന് ശേഷം പത്രോസ്ലിഹാട് പറയുകയാണ്, ചെറുപ്പമായിരുന്നപ്പോൾ, നീ ഇതിനു മുമ്പ് ചെറുപ്പമായിരുന്നു, നിന്റെ അറിവില്ലായ്മയുടെ കാലഘട്ടത്തില് നീ ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. കാരണം ദൈവം ഒരു ഉത്തരവാദിത്വം കൊടുത്തു. ആ പത്രോസിന് ഒരു ഉത്തരവാദിത്വം നൽകി തന്റെ ദൗത്യം, സുവിശേഷ ദൗത്യം ഏൽപ്പിച്ചപ്പോൾ പത്രോസ് ചെറുപ്പമല്ല, പിന്നെ വളർച്ചയുടെ കാലഘട്ടം. അതുകൊണ്ട് ഈശോ പറയുന്നത്, നീ പ്രായമാകുമ്പോൾ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും ചെയ്യും. ഇത്രയും നാൾ നീ നിന്റെ ഇഷ്ടത്തിന് നടന്നു, നിന്റെ സ്വന്തം കാര്യങ്ങൾ നോക്കി, നിന്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കി, നിനക്ക് ഇഷ്ടമുള്ളവരോട് മാത്രം ഇടപെട്ട്, അല്ലെ ഇഷ്ടമുള്ളവരെ പരിഗണിച്ചുകൊണ്ട് നീ നടന്നു. ഇത്രയും നാൾ അങ്ങനെയാണ് നീ നടന്നത്. എന്നാൽ ഇനി നീ അങ്ങനെയല്ല നടക്കേണ്ടത്. ഇനി നീ എന്ത് ചെയ്യണമെന്നുള്ള മറ്റൊരാൾ നിന്റെ അരമുറുക്കും, മറ്റൊരാൾ നിന്നെ പഠിപ്പിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. പിന്നെ നിന്റെ ഇഷ്ടമല്ല, പരിശുദ്ധാത്മാവാണ് ഇവിടെ മറ്റൊരുവൻ എന്ന് ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കുകയും നിനക്ക് ഇഷ്ടമില്ലാത്തടത്തായിരിക്കും ചിലപ്പോൾ പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടേയാക്കുന്നത്. നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടവകയായിരിക്കാം, ചിലപ്പോൾ നിനക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികളുടെ ഇടയിലേക്കായിരിക്കാം പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് പത്രോസിനോട് പറയുക, നീ കുഞ്ഞാടുകളെ മേയ്ക്കാൻ പോകുമ്പോൾ ഇനി നിന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവായിരിക്കണം. നിനക്ക് ഇഷ്ടമില്ലാത്തത് ചെന്ന് കഴിയുമ്പോൾ നീ പറയരുത്, എനിക്കിത് ഇഷ്ടമില്ല, എനിക്കിത് ചെയ്യാൻ പറ്റില്ല, ഒരു തടസ്സവും നിനക്ക് പറയാൻ അവകാശമില്ല. നിന്റെ അരമുറുക്കുന്നത് പിന്നെ പരിശുദ്ധാത്മാവാ. ഈ എറണാകുളത്ത് നടക്കുന്ന പ്രശ്നങ്ങള്, അല്ലെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്ന പ്രശ്നങ്ങള്, അവരുടെ സ്വന്തം ഇഷ്ടത്തിന് അരമുറുക്കിക്കൊണ്ടിരിക്കുക. ആ രൂപത പോട്ടെ, പല രൂപതകളിലും പല ഇടവുകളിൽ ഞാൻ ഓർക്കുന്നു, ഞാൻ ഈ കാര്യം പല വൈദികരോട്, എന്റെ ആത്മീയ ഗുരുക്കന്മാരോടൊക്കെ ഞാൻ ഈ കാര്യം ഷെയർ ചെയ്യപ്പോൾ അവര് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അധികാരികളോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവരോടൊന്നും പറഞ്ഞാൽ അവരനുസരിക്കില്ല, അധികാരികൾ പറഞ്ഞാൽ പോലും അവരനുസരിക്കില്ല. അതുകൊണ്ട് അവരോട് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല. എങ്കിലും എന്റെ ഉത്തരവാദിത്വം പേരിൽ ഞാൻ അധികാരികളോട് പറയാൻ വേണ്ടി ചെന്നു. പറയാൻ ചെന്നപ്പോൾ പറയാൻ പോലും എന്നെ അനുവദിച്ചില്ല. അതായത് ഒരു മെത്രാനെ കാണുവാൻ, ഒരു മെത്രാന്റെ അടുത്ത് ചെന്നിട്ട് അത് കാണാൻ പോലും എന്നെ അത് അനുവദിച്ചില്ല പലരും. അപ്പൊ ഞാൻ പറഞ്ഞ ഇതാണ്, നമുക്ക് പരിശുദ്ധാത്മാവാണ് പിന്നെ അവരുടെ അരമുറുക്കുന്നത്. അവര് പിന്നെ അതിൽ നിന്ന് ഭിന്നമായിട്ട് അവര് പോയാൽ, അല്ലെങ്കിൽ ഈ അങ്കമാലി എറണാകുളം ഋതുവിലെ പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുറിവ് തന്നിട്ടുള്ള വൈദികര്, നിങ്ങളെ കുഞ്ഞാടുകളായി നിങ്ങളെ മേയ്ക്കുവാൻ വഴിതെറ്റിപ്പോകുന്ന, അതുകൊണ്ട് ആ 100 കുഞ്ഞാടുണ്ടായിരിക്കെ 100 ആടുകൾ ഉണ്ടായിരിക്കെ ഒരാട് വഴിതെറ്റിപ്പോയെന്നാല് 99 മരുഭൂമിയിൽ വിട്ടിട്ട് ആ നഷ്ടപ്പെട്ടതിന്റെ പുറകെ പോകാൻ വേണ്ടിയിട്ടാണ് ഈശോ ഈ പ്രേക്ഷിത ദൗത്യം അപ്പസ്തോലന്മാർക്ക് കൊടുക്കുന്നത്. ഈ പൗരോഹിത്യം അല്ലെങ്കിൽ ദൈവ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നവർക്ക് കൊടുക്കുന്ന ഇതാ, നഷ്ടപ്പെട്ടതിന്റെ പുറകെ പോകാൻ. ഇന്ന് നേരെ മറിച്ച് അങ്ങനെയാണോ? നഷ്ടപ്പെട്ടതിന്റെ പുറകെയാണോ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്? അല്ല, അവർക്ക് ഇഷ്ടമുള്ളവരുടെ പുറകെയാണ്, അവരോട് ചേർന്ന് നിൽക്കുന്നവരുടെ പുറകെ അവർ പോകുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തില് ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടക്കുമ്പോൾ ഇതെല്ലാം അധികാരികളെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടും കൂടിയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അവർ പോകുമ്പോൾ ഈശോ പറഞ്ഞതുപോലെ ആ തായ്തണ്ടിൽ നിന്ന് ആ ശാഖയെ മാറ്റിക്കളയും. നമുക്കറിയാം,
തായ്തണ്ടിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പല അധികാരികളുടെയും ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തായ്തണ്ട് ക്രിസ്തു വായിക്കുന്നിടത്തോളം കാലം ഇവരാരും എന്ത് ചെയ്താലും ഒരു യഥാർത്ഥ വിശ്വാസി കാണേണ്ടത് എന്താണ്? യഥാർത്ഥ വിശ്വാസി കാണേണ്ടത് ക്രിസ്തുവാകുന്ന തായ്തണ്ടിനോട് ചേർന്ന് നിന്ന് ആ വചനം സ്വീകരിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന കൂദാശകളിൽ വളരുവാൻ വേണ്ടിയിട്ടാണ്. എന്നോട് പലരും പറയും അച്ഛന്മാരൊക്കെ, ഞാൻ പറയാം അച്ഛന്മാരൊന്നും അങ്ങനെയല്ല, വൈദികരൊന്നും അങ്ങനെയല്ല. വൈദികരെ അങ്ങനെ അടച്ചു പറയാൻ പറ്റത്തില്ല. 99-100 പേരുണ്ടെങ്കിൽ ചിലപ്പോൾ 90 പേരും മോശക്കാരായിരിക്കാം നിങ്ങളുടെ കണ്ണില്, അല്ലെങ്കിൽ 90 പേരിൽ നിന്നും തിക്താനുഭവം ഉണ്ടായിരിക്കാം. ബാക്കി 10 പേരെ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരാളെങ്കിലും നിങ്ങളുടെ ഇടവകയിൽ, നിങ്ങളുടെ സമൂഹത്തിൽ വൈദികരെ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അത് കർത്താവ് നോക്കിക്കൊള്ളും. അതുകൊണ്ടാണ് CCC പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത്. പരിശുദ്ധാത്മാവ്, അല്ലാണ്ട് സഭാധികാരികളല്ല സഭയെ നയിക്കുന്നത്. ഈ സഭാധികാരികളാണ് സഭയെ നയിക്കുന്നെന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണ് സഭ തകർന്നു പോയെന്ന് പലർക്കും തോന്നുക. പരിശുദ്ധാത്മാവ് ഓരോ കാലഘട്ടത്തിലും സഭയിലെ പ്രതിസന്ധികൾ പരിഹരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ വിശ്വാസികളെ, എന്റെ ജനസമൂഹമേ, ഞാൻ പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ കുഞ്ഞാടുകളാണ്. നിങ്ങളെ നോക്കുവാൻ വേണ്ടി അധികാരപ്പെടുത്തിയിരിക്കുന്നവര് നിങ്ങൾക്ക് മുറിവുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് ഈശോ മറ്റൊരു ഉപമ പറയുന്നുണ്ട്, നല്ല ഇടയന്റെ ഉപമ പറയുന്നുണ്ട്. ആ ആടുകളുടെ ആടുകൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കും ഇടയന്മാര്. പക്ഷെ ഇന്നത്തെ ഇടയന്മാര് ആടുകളെ ഉപേക്ഷിച്ചോടി പോകുന്നവരാ. 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിന്റെ പുറകെ പോകാൻ മടിക്കുന്ന അവര് ചിലപ്പോ ഇന്നത്തെ കാലത്ത് ഈ 99 ഉപേക്ഷിച്ചിട്ട് ഈ ഒരെണ്ണത്തിന്റെ പുറകെ പോകുന്ന, എന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടങ്ങൾക്കും അവരുടെ സന്തോഷങ്ങൾക്കും കൂടെ നിൽക്കുന്നവരുടെ കൂടെ, അവർക്ക് സാമ്പത്തികമായ സഹായം നൽകുന്നവരുടെ കൂടെ, അവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന കുഞ്ഞാടുകളുടെ കൂടെ. അപ്പോ ഭൂരിപക്ഷം വിശ്വാസികളെയും തള്ളിക്കളഞ്ഞിട്ട് ഒരു ന്യൂനപക്ഷ വിശ്വാസത്തോട് ചേർന്ന് പോകുന്ന ഇടയന്മാരിന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. എങ്കിലും ഓർത്തുകൊള്ളുക, അങ്ങനെയുള്ള ഇടയന്മാരെ തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥ ഇടയന്റെ തൊഴുത്തിൽ അഭയം തേടുവാൻ നമുക്ക് സാധിക്കണം. യഥാർത്ഥ ഇടയന്റെ തൊഴുത്ത് കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം. അതാണ് ക്രിസ്തുവാകുന്ന ഇടയൻ, യേശു ക്രിസ്തുവാകുന്ന ഇടയന്. ആ ഇടയന്റെ തൊഴുത്തിൽ അഭയം പ്രാപിക്കുവാന് ദൈവവചനത്തിൽ അധിഷ്ഠിതമായി ജീവിച്ചുകൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന കൂദാശകളിൽ വളരുമ്പോൾ, ആ തായ്തണ്ടിനോട് ചേർന്ന് പരിശുദ്ധ കുർബാനയോട്, വിശുദ്ധ കുംഭസാരത്തോട്, അല്ലെങ്കിൽ സഭയുടെ വിശുദ്ധരോട് ചേർന്ന് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മൾ സഭയിൽ ഒരു അംഗമായി തീരും. ഞാൻ സഭയിൽ ഒരു വ്യക്തിയെ കുറ്റം പറയുമ്പോൾ ഞാൻ സഭയിൽ നിന്ന് പുറത്തു പോകും. കാരണം സഭാ സംവിധാനങ്ങളെ തെറ്റു പറയുമ്പോൾ, വിമർശിക്കുമ്പോൾ ഞാൻ സഭയിൽ നിന്ന് പുറത്തായി. സഭയിലുള്ള ഒരാള്, സ്വന്തം വീട്ടിലുള്ള ഒരാള് ആ വീട്ടിലുള്ള സ്വന്തം അപ്പന്റെയോ അമ്മയുടെയോ മക്കളുടെയോ കുറ്റം നാട്ടിൽ പോയിരുന്നു പറയുമ്പോൾ ആർക്കാണ് അതിന്റെ കുറച്ചില്? അവര് നാട്ടിൽ പോയിരുന്നു പറയുമ്പോൾ അവർ ആ കുടുംബത്തിൽ നിന്ന് പുറത്തായി. അവർ പുറത്തു നിന്നാണ്ടാ പറയുന്നത്. കുടുംബത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും തന്റെ കുടുംബത്തിന്റെ അഭിമാനത്തെ ഓർത്തുകൊണ്ട് ഒരിക്കലും ആ കുടുംബത്തെ തള്ളി പറയാൻ പറ്റത്തില്ല, സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക, ഇത് ഇവിടെ പറയുന്നുണ്ട്, പത്രോസിനോട് പറയുന്നുണ്ട്, നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരു നിന്നെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തടത്ത് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഇത് അവൻ പറഞ്ഞത് ഏത് വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കാനാണ്. ഏത് വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കുവാനാണ്. അപ്പോ നമ്മുടെ മരണം പോലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ്. എന്ന് പറഞ്ഞാല് എന്റെ പ്രവൃത്തികള് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല, സമൂഹത്തിലുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന വരത്തില്ല, സമ്പത്തുള്ളവർക്ക്, അധികാരമുള്ളവർക്ക് എന്റെ സ്വഭാവങ്ങള്, ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ അംഗീകരിക്കാൻ പറ്റുന്ന വരത്തില്ല. അങ്ങനെയാണ് നമ്മുടെ സഭയിൽ വിശുദ്ധര് വരെ ഉണ്ടായിരിക്കുന്നത്, രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ ഓർക്കുക, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഓർക്കുക, സഭയെ കുറ്റം പറയുന്നവര് ഒരു കാര്യം ചിന്തിക്കുക, സഭ എന്ന് പറയുന്നത് വിശ്വാസികളുടെ കൂട്ടായ്മയാണ്. ആ വിശ്വാസികളുടെ കൂട്ടായ്മയുടെ ശിരസ്സാണ് ക്രിസ്തു. ആ ശിരസിന് ജീവൻ ഉള്ളിടത്തോളം കാലം ആ സഭയുടെ ശരീരം നിലനിൽക്കും. ആ ശിരസിന്റെ ജീവൻ ഒരിക്കലും നഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഈശോ പറയുന്നത്, എന്റെ ശരീരം ഭക്ഷിക്കുക, എന്റെ രക്തം പാനം ചെയ്യുക, നിത്യം ജീവിക്കും. കാരണം കർത്താവിന്റെ ശരീരവും രക്തവും മരണമില്ലാത്തതാ, നിത്യം ജീവിക്കുന്നതാ. സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവർക്കുള്ള ആഹാരമാണ് തന്റെ ശരീരവും രക്തവും അവിടുന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ ഓർക്കുക, സഭ എന്ന് പറയുന്നത് ചില വ്യക്തികളല്ല. സഭയെന്ന് പറയുന്നത് ക്രിസ്തീയ നിയമങ്ങൾ അനുസരിച്ച്, ദൈവ വചനം അനുസരിച്ച് ജീവിക്കുകയും ആ വചനത്തിൽ അധിഷ്ഠിതമായി കുദാശകളോട് ചേർന്ന്
ദൈവവചനത്തോട് ചേർന്ന് ജീവിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ്. അതുകൊണ്ട് ഈ കൂട്ടായ്മയിൽ നിന്ന്, ഈ സഭയിൽ നിന്ന് പലരും ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, സഭാധികാരികളെ തള്ളിപ്പറയുമ്പോൾ ക്രിസ്തുവിനെ തന്നെയാണ് തള്ളിപ്പറയുന്നത്. കാരണം ക്രിസ്തു നമുക്ക് വേണ്ടി വചനം പങ്കുവച്ചു തരാനും കൂദാശകൾ പരികർമ്മം ചെയ്യുവാനും വേണ്ടി നിയോഗിച്ചിരിക്കുന്നവരാണ് വൈദികര്. വൈദികരെന്ന് പറയുന്നത് ക്രിസ്തു പത്രോസിലൂടെ നിയോഗിച്ചിരിക്കുന്ന അധികാരം കിട്ടിയിരിക്കുന്നത് അവർക്കാണ്. ആ കരങ്ങളിലൂടെയാണ് കർത്താവ് സമൂഹത്തെ അനുഗ്രഹിക്കുക. അൽമായനെ ക്രിസ്തു ഒരിക്കലും സഭയെ നയിക്കുവാൻ നിയോഗിച്ചിട്ടില്ല. അവന് കെട്ടുവാനും അഴിക്കുവാനുമുള്ള അധികാരം കൊടുത്തിട്ടില്ല. ആ അധികാരം കൊടുത്തിരിക്കുന്നത് ഒരു പുരോഹിതനാണ്. അധികാരം കൊടുത്തിരിക്കുന്ന പുരോഹിതനാണെങ്കിലും പുരോഹിതൻ ഇത് ജനങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യേണ്ടവരാ. മേയ്ക്കുന്ന ആട്ടിൻകൂട്ടത്തെ നോക്കുന്ന ഒരു സ്വാതന്ത്ര്യമാണ് അപ്പസ്തോലന്മാർക്ക് ഇല്ലെങ്കിൽ വൈദികർക്ക് ക്രിസ്തു നൽകിയിരിക്കുന്നത്. ആ കുഞ്ഞുങ്ങളെ, ആ ആട്ടിൻകുട്ടികളെ നന്നായിട്ട് നോക്കുക, അവരെ നന്നായിട്ട് വയറ് നിറച്ച് രാവിലെ തൊട്ട് അതിനെ അഴിച്ചുവിട്ട് അല്ലെങ്കിൽ അതിനെ തീറ്റി വൈകിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് അതിന്റെ കൂട്ടിൽ കൊണ്ടുവന്ന് കയറ്റുന്നോടം വരെ ഒരു ഇടയന്റെ ഉത്തരവാദിത്വമുണ്ട്. അതിനെ ചെന്നായ്ക്കൾ കൊണ്ടുപോകാതെ, അത് കുഴികളിൽ വീഴാതെ, അല്ലെങ്കിൽ അത് മറ്റുള്ള മൃഗങ്ങളാൽ ആക്രമിക്കാതെ നോക്കേണ്ടത് ഒരു ഇടയന്റെ ഉത്തരവാദിത്വമാണ്. പക്ഷെ ഈ ഇടയൻ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ലെങ്കിൽ ഈ ആട്ടിൻകുട്ടികളുടെ ഉടമസ്ഥൻ, അതായത് ദൈവം, ഈ തായ്തണ്ടിന്റെ ഉടമസ്ഥന്, ഈ കുഞ്ഞാടുകൾ ഇടയന്മാരുടെ ഇടയനായ ക്രിസ്തു ആ ആട്ടിൻകുട്ടികളെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരോട് ചോദിച്ചോളൂ. അത് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. ഒരു പുരോഹിതനോ ഒരു മറ്റ് സഭാധികാരികളോ ആരെങ്കിലും ഒരു വിശ്വാസിയെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ വിശ്വാസിയുടെ വാക്കുകൾ ശ്രവിക്കാതെ അവരെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ പള്ളിമുറി ചെല്ലുമ്പോൾ കഥ കടച്ച് ഇറങ്ങിപ്പോയി എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചോദിക്കാൻ നിൽക്കണ്ട. കാരണം നമ്മളെ കേൾക്കുവാനും നമ്മളെ ശുശ്രൂഷിക്കുവാനും നമുക്ക് ആത്മീയ പാഠങ്ങൾ പറഞ്ഞു തരുവാനും കൂദാശകളിലൂടെ നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുവാനും വേണ്ടി നിയോഗിച്ചിരിക്കുന്ന, അവരത് നിർവഹിക്കുന്നില്ലെങ്കിൽ അവരെ നിയോഗിച്ച ഇടയനെ, ആടിനെ നോക്കാൻ വേണ്ടി ഇടയന്മാരെ നിയോഗിച്ച ഒരു വീട്ടുടമസ്ഥനുണ്ട്, ദൈവമായ കർത്താവ്. ആ കർത്താവ് അന്ത്യദിനത്തിൽ അവരോട് ചോദിച്ചോളൂ. കാരണം അതിനുവേണ്ടിയാണ് അവസാന കാലഘട്ടം. ക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ ചോദിക്കും, എന്റെ കുഞ്ഞാടുകൾ എവിടെ? എന്റെ കുഞ്ഞാടുകളെ നീ എങ്ങനെ നോക്കിയെന്ന് അവരോട് ചോദിച്ചോളൂ. ഇനി അവര് നമ്മളെ നോക്കുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത്. നമുക്ക് വേണ്ടുന്ന ജലവും വളവും എല്ലാം പരിശുദ്ധാത്മാവ് ഏതെങ്കിലും രീതിയിൽ നമുക്ക് തരും. മറ്റൊരു പുരോഹിതനിലൂടെ നമുക്ക് തരും. വളരെ സന്തോഷത്തോടുകൂടി എന്നെ അറിയുന്ന അനേകം വൈദികരുണ്ട്, അനേകം പുരോഹിതന്മാര്. ഞാൻ ചിലർക്ക് അച്ഛന്മാരെ കുറ്റം പറയും. ഞാൻ പറയും, അങ്ങനെ പറയരുത്. കാരണം ഒരപ്പനേക്കാൾ സ്നേഹം തരുന്ന എത്രയോ വൈദികർ എനിക്കുണ്ട്. എന്റെ ആത്മീയ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന, എന്നോട് അത്രമാത്രം ഒരു അമ്മയേക്കാൾ അമ്മയുടെ സ്നേഹം തരുന്ന വൈദികർ എനിക്കുണ്ട്, എന്നെ സ്നേഹിക്കുക. അപ്പം ഞാൻ അവരോട് പറയും, നിങ്ങൾ വൈദികരെ കുറ്റം പറയരുത്. കാരണം വൈദികർ മനുഷ്യരാണ്, പുരോഹിതന്മാര് മനുഷ്യരാണ്, അവർക്ക് കുറവുകളുണ്ടാകാം. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. ദൈവം ഒരുക്കിയിരിക്കുന്ന അനേകം വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് നമുക്ക് രക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സഭയെ അല്ല കുറ്റം പറയുന്നത്. സഭയെ കുറ്റം പറയുമ്പോൾ ഓർക്കുക, അത് പിശാച് നിങ്ങളെ തകർക്കുവാൻ വേണ്ടി, പിശാച് നിങ്ങളുടെ ആട്ടിൻ കൂട്ടത്തിൽ നിന്ന് ഒരു ആടിനെ വഴിതെറ്റിക്കുവാൻ വേണ്ടി പിശാച് ശ്രമിക്കും. എന്തുകൊണ്ടാണ് ഈ 100 ഉണ്ടായിരിക്കും ഒരെണ്ണം വഴിതെറ്റിപ്പോയെന്ന് പറയുന്നതിന്റെ കാരണം എന്നാ? ഇടയന്റെ സ്വരം കേൾക്കാതിരിക്കുമ്പോഴാണ് ആട് വഴിതെറ്റിപ്പോകുന്നത്. ആ ഇടയന്റെ സ്വരം കേൾക്കുവാൻ വേണ്ടി നല്ല ഇടയനോട് ചേർന്ന് നിന്നാല് നമ്മൾ വഴിതെറ്റി പോകത്തില്ല. ആ വഴിതെറ്റി പോകുന്നെങ്കിൽ അത് ആ ആടിന്റെ പ്രത്യേകത കൊണ്ടാണ്. ആട് മറ്റ് ആടുകളോട് ചേർന്ന്, സഭയിലെ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കാതെ ഒറ്റപ്പെട്ട് നടക്കുന്നതുകൊണ്ടാണ് ആട് വഴിതെറ്റിപ്പോയത്. ആട് തന്റെ ഇടയന്റെ സ്വരം കേൾക്കാതെ, ഇടയന്റെ നിഴൽ കാണാതെ, ഇടയന്റെ മുഖം കാണാതെ ദൂരേക്ക് മാറി പോകുമ്പോൾ തീർച്ചയായിട്ടും ആ ആട് മുള്ളുകളുടെ ഇടയിൽ കുടുങ്ങും, ഇല്ലെങ്കിൽ കുഴികളിൽ ചെന്ന് പതിക്കും. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ ഓർക്കുക, സഭയെ സ്നേഹിക്കുക, സഭയാകുന്ന ക്രിസ്തുവിനെ സ്നേഹിക്കുക. ആ ശിരസിനോട്, ആ ശരീരത്തോട് ചേർന്ന് നിൽക്കാതെ, ആ ശിരസിനെയും ശരീരത്തെയും കുറ്റം പറഞ്ഞുകൊണ്ട് സഭയെ കുറ്റം പറഞ്ഞ് മാറി നിൽക്കുന്നവർക്ക് ഒരിക്കലും ദൈവത്തിന്റെ അനുഗ്രഹത്തിന് പാത്രമാകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഓർത്തുകൊള്ളുക, ആരും എന്ത് ചെയ്തുകൊള്ളട്ടെ, നിങ്ങളുടെ ചുറ്റുപാടും പലരും പല രീതിയിലും പല തരത്തിലുള്ള വേദനകൾ നിങ്ങൾക്ക് നൽകുന്നുണ്ടാകാം. അവരെയൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല.
അവരോട് വെറുപ്പ് വെക്കേണ്ട കാര്യമില്ല. അതൊക്കെ നിങ്ങളുടെ വളർച്ചയ്ക്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഭയെ സ്നേഹിക്കുവാൻ പഠിക്കുക, ക്രിസ്തുവിനെ സ്നേഹിക്കാൻ പഠിക്കുക, ദൈവ വചനത്തെ സ്നേഹിച്ചുകൊണ്ട്, കൂദാശകളെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. അതിനു വേണ്ടുന്ന അനുഗ്രഹം പരിശുദ്ധ അമ്മ നമുക്ക് നൽകട്ടെ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അമ്മേ മാതാവേ, അമ്മയോട് ചേർന്ന് നിന്ന്, സഭയോട് ചേർന്ന് നിന്ന്, സഭാ സംവിധാനങ്ങളോട് ചേർന്ന് നിന്ന്, സഭയെ കുറ്റം പറയാതെ അമ്മയോട് ചേർന്ന്, സകല വിശുദ്ധരോട് ചേർന്ന്, സഭയ്ക്ക് വേണ്ടി രക്തം ചിന്തിയ വിശുദ്ധരോട് ചേർന്നുകൊണ്ട് ഞങ്ങളും ദൈവത്തിലേക്കുള്ള യാത്രയിൽ മുൻപോട്ട് പോകുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.